അച്ഛാ ഇപ്പൊ നമ്മളെന്താ കൊറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കണില്ല. വീഡിയോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും. എന്താ എങ്ങനെ എടുക്കും? അച്ഛന് സമയം കിട്ടണ്ടേ വീഡിയോ എടുക്കാൻ? കൊറേ ദിവസമായില്ലേ. ഉത്സവം കഴിഞ്ഞാലും ആകെ 4 മണി 5 മണിക്കാണ് ഗ്യാപ്പ്. ഈ സമയത്തോടെ 10 അതിന്റെ ഇടയില് ആൾക്കാര് വരും, അവരെ നോക്കണം, പിന്നെയുള്ള കാര്യങ്ങൾ നോക്കണം. അച്ഛന് സമയം വേണ്ടേ? ഈ 2 മാസത്തോടെ നിങ്ങട്ട് കൊല, ആത്മഹത്യ, അതുപോലെ തന്നെ അക്രമങ്ങള് ഇതല്ലാതെ ജനുവരി തൊട്ടിട്ട് 2025 പഠനം പോട്ട് തുടങ്ങിയിട്ട് ഈ ഒരു വിഷയമില്ലാണ്ട് ഇതൊന്നുമില്ല. നമ്മ യൂട്യൂബ് എടുത്ത് തുറന്നു കഴിഞ്ഞാൽ അപ്പൊ കാണാം ആത്മഹത്യ, വെട്ടിക്കൊന്നു, കുത്തിക്കൊന്നു. മൊത്തം അതിന്റെ പിന്നാലെയായി. ഇതൊരു വിഷയമില്ലാണ്ട് വേറൊരു വിഷയമില്ല. അതുപോലെ പത്രം ജനങ്ങളാണെങ്കിൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞൊക്കെ അവിടേക്കാണ് അവര് കണ്ണും നോട്ടങ്ങളും അവർ കാണുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, അത് ഒരു നല്ല വിഷയം ഇടാനുള്ള ഒരു നമ്മള് നേരെ വെളുത്തൊന്നും ഉണ്ടാക്കാം. നാടിന്റെ പോക്ക് എന്താ പറയുന്നേ? എന്തെങ്കിലും വിഷയം നമുക്ക് സമാധാനമില്ലല്ലോ. നമ്മളും ദുഃഖപ്പെടുകയാണ്. കാണുമ്പോ തന്നെ 10-15 വയസ്സായ കുട്ടികളാണ് പറയപ്പെടുന്നത്, 10-20 വയസ്സായ ആൾക്കാരെ കൊല്ലുന്നത്. അതുപോലെ തന്നെയാണ് നാട്ടില് എന്താ പറയാ, സുഹൃത്തുക്കള് പെൺസുഹൃത്ത് ആൺസുഹൃത്ത് പറഞ്ഞവരുടെ ആത്മഹത്യകൾ, അത് വേറെ. 5 വയസ്സായ കുട്ടി 10 വയസ്സായ കുട്ടികളൊക്കെ മരണപ്പെട്ടു പോണത് ഒരു കാലത്ത് നടക്കാത്ത സംഭവങ്ങൾ. ഇതെല്ലാം നമ്മൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊന്ന് ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് കണ്ടുപിടിച്ച് ഇടാന്ന് പറയുമ്പോഴേക്കും ഈ വിഷയങ്ങൾ വന്നു വിടുമ്പോൾ നമുക്കൊന്ന് എന്താ പറയാ, സമാധാനം തോന്നുന്നുണ്ടല്ലോ. സമാധാനം ഇല്ലല്ലോ. സംഭവം ശരിയല്ലേ. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ബ്ലോഗർമാരും അതുപോലെ തന്നെ യൂട്യൂബേഴ്സിന്റെ ഒരുപാട് അനുഭവങ്ങൾ കാണുന്നത്. ഇപ്പൊ ആ വിഷയങ്ങളെ ഇല്ലല്ലോ. ഇപ്പൊ ഫോൺ തുറന്നു കഴിഞ്ഞ ഉടനെ അപ്പൊ കിട്ടുന്ന അവിടെ ആത്മഹത്യ, ഇവിടെ വെട്ടിക്കുന്നു. നോക്ക് അയിലൂര് കണ്ടില്ലേ, പേപ്പറില് അയിലൂര്, വണ്ടാഴിയില് കണ്ടില്ലേ, പിന്നെ തിരുവനന്തപുരത്ത് എത്രയാണ് ഇഷ്ടം പോലെ. ഇതൊക്കെയാണ് ആൾക്കാർ കാണാൻ നിൽക്കുന്നത്. പിന്നെ നമ്മൾക്ക് മനസ്സ് മടിക്കല്ലേ, എല്ലാവരും മനഃപൂർവ്വം നമ്മൾ ഒഴിഞ്ഞു മാറിയതല്ല. ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിക്ക് വശം വരുമല്ലേ. എത്ര വീഡിയോ ചെയ്തില്ലേ, അടുപ്പിച്ച് വീഡിയോ ചെയ്തില്ലേ, ഡെയിലി വീഡിയോ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ നേരെ ഇപ്പൊ നമുക്ക് ചെയ്യേണ്ട വീഡിയോ ചെയ്യണമെന്ന് പറയുമ്പോ അപ്പൊ തന്നെ ഇത് വരികയാണ്. അവിടെ അത് നടന്നു കൊടുക്കുന്നു എന്ന് പറയുമ്പോ നമ്മുടെ ആ മനസ്സിനെ മാറി പോവാണ്. നമ്മൾ മനുഷ്യനല്ലേ, നമ്മൾക്കില്ലേ മക്കളും കുട്ടിയും മുമ്പോക്കാം. നിങ്ങൾക്കൊരു അപകടം സംഭവിച്ചാൽ നമ്മൾ ചെയ്യില്ല. നിങ്ങൾക്കൊരു അപകടം സംഭവിച്ചാൽ നമ്മൾ ചെയ്യില്ല. ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതേ ഈ പോക്ക് എവിടേക്കാണ് എത്തുപിടി കിട്ടത്തില്ല. ഞങ്ങളുടെ ചെറുപ്പ സമയങ്ങളിലൊക്കെ അങ്ങനെ ആയിട്ടില്ല. കലിയുഗമല്ലേ അത്. കലിയുഗം എന്നുള്ള ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. കലിയിലും വലിയ കലിയായി മാറി. മക്കൾ പറഞ്ഞാൽ കേൾക്കാതാകുക, അതേപോലെ കൊച്ചുകുട്ടികൾ പറഞ്ഞാൽ കേൾക്കാതാകുക, മാഷന്മാർ പറഞ്ഞാൽ കേൾക്കാതാകുക, അച്ഛൻ പറഞ്ഞാൽ കേൾക്കാതാകുക, അമ്മ എല്ലാവരും വിവരക്കാരായി. അപ്പൊ നമുക്ക് നല്ലൊരു വിഷയം വിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അത് എത്തിക്കേണ്ട സമയത്ത് നമ്മൾ ഒരു കണ്ടന്റ് ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും കൂടി വരുന്നതല്ലേ ദുരവസ്ഥ, ദുരന്തങ്ങൾ. ഇതാണ് നടക്കുന്നത്. ഈ ഒരു കാര്യം കുഞ്ഞു ഇപ്പൊ നമ്മള് ഈ ഒരു വിഷയം പറയുന്നുണ്ടല്ലോ, നാളെ എന്തെങ്കിലും കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യാം. ഡെയിലി വീഡിയോ ഇടണം. കഴിഞ്ഞ ആഴ്ച ഉടൻ ഞങ്ങൾ വരുന്നതായിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് തുറന്ന് കൊണ്ടുപോകാം. ഇനിയിപ്പോ സമാധാനത്തോടെ നമുക്ക് ചെയ്യാല്ലേ. നാട് മൊത്തം കണ്ണീരൊടുക്കാത്ത കേരളം ഇപ്പൊ കണ്ണീരിടക്കുന്നു. എന്നും നോക്കി ഇതാണ് സംഭവം. ചെറിയ കുട്ടികൾ മുതൽ തൊട്ട് വലിയവര് വരെ ബോധ്യപ്പെടുന്ന പ്രേക്ഷകരെ വേറൊന്നുമല്ല, അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് മാത്രം. അനുഭവങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾക്കും അറിയാം, ഞങ്ങളൊരു വിഷയം ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ കാണാൻ നിങ്ങൾ നിൽക്കില്ല. അപ്പോൾ തന്നെ പുറകില് ഒരു കൊലപാതകം നടന്ന അതാണ് നമ്മൾ കാണാൻ നിൽക്കുക. നിങ്ങളെ ആരും മനഃപൂർവ്വം കുറ്റം പറയില്ല. ഇപ്പൊ നമ്മളടക്കം ബ്ലോഗർമാരും യൂട്യൂബേഴ്സിന്റെ ഒന്നും നമ്മൾ കാണുന്നില്ല. കാരണം ഇതാണ്, കേരളം മൊത്തം നടുക്കത്തിലായിക്കൊണ്ടിരിക്കണം. ആത്മഹത്യ, ദുരന്തം, വെട്ടിക്കൊല ഇല്ലാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങളുടെ സ്വന്തം രക്കപ്പെട്ട സ്വാമി, ഞങ്ങളുടെ കുടുംബ മക്കളും മരുമക്കളും അതുപോലെ തന്നെ ഭാര്യ സകലങ്ങൾ കോമളവും. നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും. നന്ദി, നമസ്കാരം.